ജൂൺ 25 ഭരണഘടനാ ഹത്യാദിനം ആയി പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നു. അതിൽ സന്തോഷിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോഡിയും അമിത്ഷായും സംഘവും വലിയ തോതിൽ ആഘോഷിക്കുന്നു. ജൂൺ 25 നമുക്കറിയാം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസമാണ്. തീർച്ചയായും അടിയന്തരാവസ്ഥ ഇന്ത്യയുടെ ഏറ്റവും കറുത്ത ദിനങ്ങളായിരുന്നു. വ്യക്തിപരമായി ഞാനടക്കം ജയിലിൽ പോവുകയും പ്രതിഷേധിക്കുകയും പ്രതിരോധിക്കുകയും അതിനെതിരെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. അത് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്തിനാണ് എന്ന ചോദ്യം നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ BJP ഉപയോഗിച്ച ഒരു അടവിന്റെ പുനരാവർത്തനമാണിത് എന്ന് കാണാം. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ പലരും, അതിനെ പിന്തുണയ്ക്കുന്നവരിൽ പലരും പ്രതിപക്ഷത്തായിരുന്ന കാലത്താണ്, കോൺഗ്രസ് ഭരണപക്ഷത്തായിരുന്ന കാലത്താണ്, ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന കാലത്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൽ പല കക്ഷികളും അതിൻ്റെ ഇരകളാണ്. അത് സോഷ്യലിസ്റ്റുകളാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകളാണെങ്കിലും DMK ആണെങ്കിലും അവരൊക്കെ തന്നെ അതിനെതിരായി ശക്തമായി നിലപാടെടുത്ത ആളുകളാണ്. ഇന്ത്യ മുന്നണിയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് പാർലമെന്റിൽ ജൂൺ 26 നടത്തിയ നാടകമെങ്കിൽ അത് നിലനിർത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പോഴത്തെ ഉത്തരവിൽ നാം കാണുന്നത്. പക്ഷെ അത് എത്രത്തോളം ഫലിക്കും എന്ന് പറയുക അത്ര എളുപ്പമല്ല. കാരണം 50 വർഷം മുമ്പ് നടന്ന ഒരു കാര്യം ഇപ്പോൾ അതേ രൂപത്തിൽ ആവർത്തിച്ച് അതേ രൂപത്തിൽ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുമോ എന്ന ചോദ്യമാണ്. RSS തന്നെ, അന്നത്തെ അധികാരി ദേവരസ്, അദ്ദേഹം തന്നെ ഇന്ദിരാഗാന്ധിയെ അടിയന്തരാവസ്ഥയുടെ കാര്യത്തിൽ അഭിനന്ദിച്ചതായ ചരിത്രവും ഇവിടെയുണ്ട്. രാജ്യത്ത് അച്ചടക്കമുണ്ടാകണം, കാരണം ഫാസിസ്റ്റാണ് RSSകാർ എന്നതുകൊണ്ട് അടിയന്തരാവസ്ഥയെ അവർക്ക് ന്യായീകരിക്കേണ്ടി വരും. അവരിലെ കുറച്ചാളുകൾ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നത് വേറെ കാര്യം, അത് രാഷ്ട്രീയമാണ്. പക്ഷേ സാമൂഹ്യമായി ഒരു ഏകാധിപത്യ ഭരണം അല്ലെങ്കിൽ ഒരു സർവാധിപത്യ ഭരണം ആഗ്രഹിക്കുന്നവരാണ് BJPക്കാർ, അല്ലെങ്കിൽ അവരുടെ തലതൊട്ടപ്പന്മാരായ RSSകാർ എന്നതൊരു രഹസ്യമല്ല. അവർ ജനാധിപത്യത്തിലൊന്നും ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നീക്കം എത്രത്തോളം ഫലപ്രദമാണ് ആകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യം അടിയന്തരാവസ്ഥയേക്കാളൊക്കെ ഭീകരമാണ്. കാരണം പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയല്ല, പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നത് സത്യമാണ്. അത് പുറന്തോടിൽ ജനാധിപത്യവും അകത്ത് ഏകാധിപത്യവുമാണ്. പല രാഷ്ട്രീയ നിരീക്ഷകരും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കണ്ടിട്ടുള്ളത് പോലെ ഇന്നത്തെ ഏകാധിപത്യം 20ാം നൂറ്റാണ്ടിലെ ഏകാധിപത്യമല്ല. ഇന്ന് ജനാധിപത്യത്തിൽ പൊതിഞ്ഞ ഏകാധിപത്യമാണ്. അത് പുടിനായാലും ഇപ്പോൾ മോഡി ആയാലും മറ്റു പല ഭരണാധികാരികളായും. അതുകൊണ്ട് തന്നെ ഇന്ന് അതിനെതിരായ മുന്നേറ്റം വരുമ്പോൾ അതിനെ ഭിന്നിപ്പിക്കാൻ പഴയ അടിയന്തരാവസ്ഥയുടെ കാര്യം എത്രത്തോളം ഫലപ്രദമാണ് എന്ന ചോദ്യമുണ്ട്. പാർലമെന്റിൽ ചെറിയ തോതിൽ കോൺഗ്രസ് ഒറ്റപ്പെട്ടു എന്ന തോന്നലുണ്ടാക്കിയെങ്കിലും അതൊന്നും ഇന്ത്യ മുന്നണിയെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്നാണ് പിൽക്കാല അനുഭവങ്ങൾ നമ്മളെ കാണിക്കുന്നത്. മാത്രവുമല്ല, ഇപ്പൊ ഗാന്ധിയെ കൊന്ന ദിവസം നമ്മൾ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു. അത് എങ്ങനെയാണ് ഒരു RSSകാരന് അത് പാലിക്കാൻ കഴിയുക എന്ന ചോദ്യമുണ്ട്. അപ്പോൾ ആത്മസംഘർഷമില്ലാത്തവർക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയും. പക്ഷേ ചരിത്രം ഒരിക്കലും 50 കൊല്ലം പുറകോട്ട് കൊണ്ടുപോകാൻ ഇവർക്കാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ത്യ മുന്നണിയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയും എന്നും കരുതുന്നില്ല.